ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കാറ്റത്തെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുഭാഷും അതേപോലെ തന്നെ ചാന്ദിനിയും ബാക്കി എല്ലാവരും കൂടി ഇങ്ങനെയൊക്കെ സംസാരിക്കുക. ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിധിക്ക് വല്ലാത്തൊരു പരവേശം. അപ്പോൾ നിധി നേരെ അടുക്കളയിലേക്ക് കയറി ചെല്ലുക. അപ്പോൾ അവിടെ ഈ സുനന്ദയുടെ അമ്മ ഇരുന്ന് പാചകം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നിധി പറയുകയാണ്, കുക്ക് ചെയ്യുകയാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും, അല്ല ഞാൻ പൂക്കളിടുന്നു, നിനക്ക് എന്താ കണ്ണ് കണ്ടൂടെ എന്ന് ചോദിച്ചപ്പോഴേക്കും, അല്ല എനിക്ക് ഗ്യാസ് അത്യാവശ്യം ഉണ്ടായിരുന്നു, ഒന്ന് ഗ്യാസ് തരാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ ഇവിടുത്തെ ഗ്യാസും തരൂല, പാത്രവും തരൂല, ഒന്നും തരില്ല. അതൊക്കെ പ്രതീക്ഷിച്ച് ഇവിടെ വരണ്ട ഒരു കാര്യമില്ല. നിനക്കൊക്കെ കയറി ഇറങ്ങി നിരങ്ങാനുള്ളതല്ല ഈ അടുക്കള. പറഞ്ഞ മനസ്സിലായോ? അവൾ വന്നിരിക്കുന്നു. അല്ല എനിക്കിതിരി വെള്ളം ചൂടാക്കാനാണെന്നേ. വെള്ളം ചൂടാക്കി കഴിഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ പോയിക്കോളാം, ഒരു വെള്ളവും ചൂടാക്കേണ്ട ആവശ്യമില്ല, കടന്നു പോടി എന്നൊക്കെ ഇങ്ങനെ നിധിയെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ഇങ്ങനെ പറയാം. അപ്പോൾ ആ സമയത്താണ് സുധീഷ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ സുധീഷ് ചോദിക്കുകയാണ്, എന്താ പറ്റിയത് നിധി എന്ന് ചോദിച്ചപ്പോഴേക്കും, അല്ല ഞാനേ ഇവിടെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടി വന്നാണേ. അപ്പോൾ അമ്മായി പറയാ ഇവിടെ വെള്ളം ചൂടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വഴക്ക് പറയുകയാണെന്ന് പറയാം. ഇത് കിട്ടുമ്പോഴേക്കും, ഓഹോ അത് ശരി, അപ്പോൾ നിന്നെ ശരിക്കും വഴക്ക് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോഴേക്കും, ഇല്ല അങ്ങനെയൊന്നുമില്ല, ചുമ്മാ ജസ്റ്റ് വെള്ളം ചൂടാക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനൊരു തർക്കം ഉണ്ടായി, അത്രയും മാത്രമേ ഉള്ളൂ. അതെ അമ്മായി, നീതിക്ക് കുറച്ച് വെള്ളം ചൂടാക്കണമെന്ന് പറഞ്ഞ കേട്ടില്ലേ, പിന്നെന്താ വെള്ളം ചൂടാക്കാൻ വന്ന കുഴപ്പം? അതെ നീയൊക്കൊന്നും വന്നൊരു വെള്ളവും ചൂടാക്കണ്ട, ഒരു പാചകവും ചെയ്യില്ല, ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കത്തുമില്ല എന്ന് പറയാം. നിധി, നമുക്ക് ഇവിടെ വന്നൊന്നും ഉണ്ടാക്കി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യാമല്ലോ. ഇത് കേട്ട അമ്മായി ആണെങ്കിൽ, എടാ നീയേ അമ്പലത്തിലെ വഴിപാടുകളും പൂജ ചെയ്യാൻ വേണ്ടി വന്നതല്ലേ, ആ സമയത്ത് അടക്കും ചിട്ടയും ശുദ്ധവൃദ്ധികളോട് കൂടി തന്നെ വേണം പാചകമൊക്കെ ചെയ്ത് സ്വയം പാചകം ചെയ്ത് കഴിക്കാനായിട്ട്, അല്ലാതെ ഹോട്ടലിൽ ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല. അമ്മായി മാസങ്ങളോളം ഇവിടെ നിന്ന് വരുന്ന കാര്യമല്ലേ, എന്നിട്ട് അമ്മായിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ലേ? അതെ, ഈ അമ്പലത്തിൽ വരുന്നവർക്ക് പ്രത്യേകം പാചകം ചെയ്ത് കൊടുക്കുന്ന ഒരു ഹോട്ടലുണ്ട്, ആ ഹോട്ടലിലാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. എന്താ അമ്മായിക്ക് അതുപോലും അറിയാൻ പാടാത്തൊരവസ്ഥയാണോ അമ്മായി? എന്തൊരമ്മായിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കേടാ ചെറുക്ക, കൂടുതൽ എൻ്റെ മുന്നിൽ ഷോ കാണിക്കാനായിട്ട് വരലേടാ ചെറുക്ക, നീയൊക്കെ ഇവിടുന്ന് പൊയ്ക്കണ്ടേ? ഓഹോ അത്രയ്ക്കായോ നിധി, എന്തിനാ നിധി വെള്ളം കുടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക്, ചൂടുവെള്ളം ഞാൻ എൻ്റെ ഹോട്ടലിൽ നിന്ന് മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, അതല്ല എനിക്ക് തൊണ്ടയ്ക്കൊരു നൊമ്പരേ, അതുകൊണ്ട് കുറച്ച് വെള്ളം കുടിക്കാമെന്ന് ഞാൻ വിചാരിച്ച. ആഹാ ശരിക്കും നിധിക്ക് തൊണ്ടയ്ക്ക് വേദനയുണ്ടോ? ആ തൊണ്ടയ്ക്ക് വേദനയുണ്ട്, എങ്കിൽ ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് നേരെ ഗ്യാസിൽ നിന്ന് ഈ അമ്മായി പാചകം ചെയ്ത ആ ഒരു ഇതെടുത്ത് മാറ്റിയിട്ട് നേരെ ആ നിധിക്കുള്ള വെള്ളം വെക്കുക. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് അമ്മായിക്ക് ദേഷ്യം വരികയാണ്. എടാ ചെറുക്ക, മെനകെട്ട ചെറുക്ക, നീ എന്തൊക്കെയാടാ കുരുത്തം കെട്ട ചെറുക്കായി കാണിക്കുന്നത്? എടാ പകുതി വേവായ ഭക്ഷണമാണ് അവിടെ ഇറക്കി വെക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അമ്മായി ഈ പച്ചക്കറികളല്ലേ പകുതി വേവോടെ കഴിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഒരുപാട് വേവിച്ചങ്ങടെ അമ്മായി കഴിക്കണ്ട. എന്താ അമ്മായിയുടെ ഹസ്ബൻഡ് എന്താ ഇവിടെ എല്ലാം സ്വത്തുക്കൾ വകയെല്ലാം വാങ്ങി വെച്ചിരിക്കുകയാണ്, അമ്മായിക്ക് മാത്രം പാചകം ചെയ്യാൻ വേണ്ടി? ഒന്ന് പോ അമ്മായി എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പം നിധിനോട് ചോദിക്കുകയാണ്, നിധി മതിയെ ചൂട്? ഇത് മതി സുധീഷേ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ചൂട് എടുത്തുകൊണ്ട് പോവുകയാണ്. അതെ നമുക്ക് പോകാം, ഇനി അമ്മായി എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. അമ്മായിയോട് നീതി മര്യാദയ്ക്ക് വന്ന് ചോദിച്ചല്ലേ, ഞാൻ ഇച്ചിരി വെള്ളമൊന്ന് ചൂടാക്കിക്കോട്ടെ. അപ്പം അമ്മായി എന്താ പറയേണ്ടത്? മോളെ ഇതിപ്പോൾ വേഗം, ഇത് ഇറക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ മോള് വെച്ചോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകാനായിട്ട് പോകുന്നില്ലല്ലോ. അമ്മായി അല്ല ഇപ്പോൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത്, അതുകൊണ്ട് കുറച്ചങ്ങോട്ട് സഹിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് നിധി അങ്ങോട്ട് പോയിക്കും. ഞാൻ ചൂടുവെള്ളം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് നിധി പോവുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക. അപ്പം നിധി വന്നിരിക്കുകയാണ്. അപ്പം നിധിക്ക് ഇന്നാ നിധി ചൂടുവെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് നിധിയുടെ കൊടുക്കുകയാണ്. എന്തു പറ്റി നിധി? അത് പിന്നെ തൊണ്ടവേദന സുഭാഷേട്ടാ, അതുകൊണ്ടാന്ന് പറയാണ്. സുഭാഷ് ഏട്ടാ, വെള്ളം ചൂടാക്കാൻ വേണ്ടി അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കുവേ അവിടെ അമ്മായി ഉണ്ടായിരുന്നു. അമ്മായി ആണെങ്കിൽ നിധി അടുക്കളയിലോട്ട് അടുപ്പിക്കുന്നില്ല, ഗ്യാസ് കൊടുക്കൂല, പാത്രം കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരേ വാചകടി. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കോ? തീട്ടാ സുഭാഷ്, ആണോ മോളെ നിധി, നിന്നോട് അങ്ങനെ പറഞ്ഞോ അമ്മായി? അമ്മായിക്കൊരു വെറുപ്പ് പോലെ, ഞാൻ അവിടെ പോയി വെള്ളം ഉണ്ടാക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിക്കൊരു വെറുപ്പ് പോലെ എന്നൊക്കെ പറയണം. അമ്മായി പറയുന്നൊന്നും കാര്യമൊക്കെ നിൽക്കണ്ട, മോൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിൽ ഈ ഏട്ടനോട് പറഞ്ഞാൽ മതി, ഈ ഏട്ടൻ മോൾക്ക് വേണ്ടുള്ള കാര്യങ്ങൾ മുഴുവനും ചെയ്തു തന്നേക്കാം, പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാണ്. ശരി ഏട്ടാ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഞാൻ കൊടുക്കാനുള്ളത് മുഴുവനും കൊടുത്തിട്ടുണ്ടെന്നേ.
അപ്പം ബാക്കിയുള്ള പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് ഇവരിങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ വാചകമൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ദാ വരുന്നടാ നമ്മുടെ അച്ഛൻ ഭാസ്കരൻ. അപ്പോൾ ഭാസ്കരൻ കുറേ ഫ്രണ്ട്സുകളായിട്ടൊക്കെ വരിക. അപ്പോൾ ഫ്രണ്ട്സുകളെല്ലാം വന്നിട്ട് ദേ ഇതാണ് എൻ്റെ മക്കൾ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ഭാസ്കരനെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മക്കളും എല്ലാവരും അന്തം വിട്ടിങ്ങ് നോക്കി നിൽക്കുന്നത്. എന്താണ് അച്ഛൻ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും എടാ ഇതെൻ്റെ ഫ്രണ്ട്സാടാ, ഞാനേ ഇവരെല്ലാം നിങ്ങളെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നതല്ലേ. അപ്പോൾ സുധീഷാണെങ്കിലും ഇതെന്താണ് കാഴ്ച ബംഗ്ലാവോ ഞങ്ങളെ കാണിക്കാനായിട്ട്. ദേ ഇതാണ് എൻ്റെ സുധീഷിൻ്റെ ഭാര്യ. അപ്പോൾ സുധീഷാണെങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഭയങ്കര സന്തോഷം. സുധീഷ് നേരെ നിധിയുടെ അടുത്തേക്ക് പോയി അങ്ങനെ ഇരിക്കുക ചേർന്ന്. നിധിക്ക് കുറച്ചൊക്കെ ഇഷ്ടമായി, പക്ഷേ ഇഷ്ടമില്ലാത്ത പോലെ അവിടെ നിധി അഭിനയിക്കുകയാണ്. എന്തേ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിധി കുറച്ച് നേരം ഞാനിവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷും പറയുകയാണ്. അങ്ങനെ ഭാസ്കരൻ എല്ലാവരെയും ഓരോരുത്തരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എടാ മക്കളെ, അതെ ഇനി ഞങ്ങൾ കറങ്ങിയിട്ടൊക്കെ വരാം, ഭക്ഷണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക്. എൻ്റെ ബാല്യകാല സുഹൃത്തുക്കളാണിവർ, അതുകൊണ്ട് ഇവരോടൊത്ത് ഇനി ഫുള്ള് കറങ്ങാൻ പോവാണ്. നമുക്കേ അടിച്ച് പൊളിക്കാമെന്ന് പറഞ്ഞോണ്ട് നമുക്കിന്നൊരു പാട്ട് പാടിയാലോ. അങ്ങനെ അവിടെ കൊട്ടും പാട്ടും മേളമൊക്കെ തുടങ്ങി. ഇത് കണ്ട സുനന്ദയുടെ അമ്മയ്ക്ക് കലി വരികയാണ്. ഓടി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഇത് എന്താണ് കാണിക്കുന്നത്, ഓരോ മാരണങ്ങളും ഇങ്ങോട്ട് കെട്ടിയെടുത്തോളും, എന്നിട്ട് മനുഷ്യനെ ശല്യപ്പെടുത്താൻ വേണ്ടി എൻ്റെ മോളും മോളുടെ ഭർത്താവും കൂടി ഇപ്പോൾ വരും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ വിചാരിക്കില്ലേ ഇതെന്തൊരു കേടുകെട്ട കുടുംബമാണെന്ന്. നിങ്ങൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും ദേ അതാണ് എൻ്റെ പെങ്ങള്. വെറും പെങ്ങളല്ല, ഭൂതന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഭാസ്കരൻ ഇങ്ങനെ പറയുക. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സുനന്ദയുടെ അമ്മയ്ക്ക് കലി വരികയാണ്. അങ്ങനെ വഴക്ക് പറഞ്ഞ് നേരെ അങ്ങോട്ട് കയറി പോവുകയും ചെയ്യാം. കഴിഞ്ഞപ്പോഴേക്കും അതെ നമുക്കിനി ഇവിടെ ഇരുന്ന് പാട്ടൊന്നും പാടണ്ടെന്നേ, നമുക്ക് ഇഷ്ടം പോലെ സ്ഥലമല്ലേ ഭാസ്കര ഉള്ളത്, അവിടെ പോയി നമുക്ക് പാട്ടും പാടി ആസ്വദിച്ച് ആടിച്ച് പൊളിച്ച് നിൽക്കാം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആണോ എങ്കിലിടാ മക്കളെ, എങ്കിൽ പിന്നെ ഗുഡ് നൈറ്റ്, നമുക്കേ നാളെ കാണാം എന്ന് പറഞ്ഞിട്ട് ഭാസ്കരൻ പാട്ടും പാടി ഇതാ ഒറ്റ പോക്കാണ്. എൻ്റെ പൊന്നോ ഇതെന്താ ഇത്. അപ്പോൾ ഇവർക്ക് ഭക്ഷണമായിട്ട് വരികയാണ്. അതായത് നിങ്ങൾക്ക് ഭക്ഷണം ഓർഡർ ചെയ്ത ഭക്ഷണം കിട്ടിയേട്ടോ. ആ വെജിറ്റേറിയൻ ഹോട്ടലിൽ തന്നെയല്ലേ രാമേട്ട ഓർഡർ ചെയ്തത്? തീർച്ചയായിട്ടും, പിന്നെ അല്ലാതെ ഇവിടെ അമ്പലത്തിൽ പോകാൻ വരുന്നവർക്ക് പ്രത്യേകമുള്ളൊരു ഹോട്ടലാണ് ആ ഹോട്ടൽ, നല്ല ഫുഡാണ്. അപ്പോൾ നിധിയാണെങ്കിൽ അത് ശരി, അപ്പോൾ ഭക്ഷണമൊക്കെ നേരത്തെ ഓർഡർ ചെയ്തോ? പിന്നെ അല്ലാതെ നേരത്തെ ഓർഡർ ചെയ്തു, ഇത്രയും യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നതല്ലേ, അതുകൊണ്ട് ഇതാണ് ആദ്യം ഓർഡർ ചെയ്തത്, വാ നിധി കഴിക്കാം. ഏയ് സുധീഷ് കഴിക്ക്. സുധീഷ് ഞങ്ങളെല്ലാവരും സീറ്റിൽ കിടന്ന് ഉറങ്ങുമായിരുന്നില്ലേ, സുധീഷല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ച് ഇവിടം വരെ വന്നത്, അതുകൊണ്ട് സുധീഷ് കഴിക്കുക, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം. അങ്ങനെ ശാന്തനിക്കും ബാക്കി എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ്. അവർ ആസ്വദിച്ച് തന്നെ ഭക്ഷണം കഴിക്കുകയും ചെയ്യണം. അങ്ങനെ അന്ന് രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും പായ വിരിച്ച് കിടക്കാനുള്ള തയ്യാറെടുപ്പ്. അപ്പോൾ പായെല്ലാം വിരിക്കുകയാണ്. പായെല്ലാം വിരിച്ച് കഴിഞ്ഞപ്പോഴേക്ക് നിധി വന്നു കഴിഞ്ഞപ്പോഴേക്കും മോളെ എങ്ങനെയുണ്ട്, സൗകര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ, മോൾക്ക് റൂമൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇഷ്ടപ്പെട്ടു സുഭാഷ് ഏട്ടാ. എങ്കിൽ പിന്നെ മോള് പോയി കിടന്നോ. അപ്പോൾ സുധീഷ് എടുത്ത് വായിക്കും. അതേടാ ഇത് പിടിച്ചേ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് നിധിയുടെ പിന്നാലെ ഓടിച്ചില്ല. നിധി എന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് നിധി പേടിച്ചു. ഇതെന്താണ് സുധീഷെ ഇങ്ങനെ പേടിപ്പിക്കണോ? അയ്യോ അതിന് ഞാൻ നിധിയെന്ന് വിളിച്ചല്ലേ ഉള്ളൂ, ഇങ്ങനെ കാണിച്ചാൽ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? പുറകെ കൂടി പതുക്കെ വന്ന് നിധി എന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും പേടിക്കൂലേ, ഇങ്ങനെ പേടിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? സോറി, എന്താ കാര്യം, എന്താ വന്നേന്ന് പറ. അത് പിന്നെ നിധി ഞാനിപ്പോൾ ഒന്ന് പതുക്കെ പുറകെ കൂടി വന്നതിന് നിധി ഇങ്ങനെ പേടിച്ചു പോയി. അപ്പോൾ രാത്രി ഭയങ്കരമായിട്ട് പേടിക്കൂലേ, അതുകൊണ്ട് നിധിയുടെ കൂടെ ഞാനും കിടക്കാം. എന്താ? അല്ല അതല്ല, കട്ടിലല്ല, ഞാൻ എവിടെയെങ്കിലും താഴത്ത് മൂലയ്ക്ക് മാറി കിടന്നോളാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദാ വരുന്നടാ നമ്മുടെ ഹരീഷ്. അപ്പോൾ ഹരീഷ് വന്നിട്ട് അത് പിന്നെ ഏട്ടത്തി ചാന്ദിനിക്ക് കൂട്ടൊന്നുമില്ലല്ലോ, അപ്പോൾ ചാന്ദിനിക്ക് കിടക്കാനുള്ളൊരു സ്ഥലം വേണമല്ലോ, അതുകൊണ്ട് ചാന്ദിനി ഏട്ടത്തിയുടെ ഒപ്പം കിടക്കട്ടെ എന്ന് സുഭാഷ് ഏട്ടൻ പറഞ്ഞു. അതിനെന്താ കുഴപ്പം? അപ്പോൾ സുധീഷാണല്ലോ എടാ ഞാൻ എങ്ങനെയെങ്കിലും അവളുടെ ഒപ്പം ഒന്ന് സെറ്റാവെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴേക്ക് നീ അപ്പോഴത്തേക്ക് ഓടി വന്നു, നീ എന്താണ് ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. സുധീഷ് ഏട്ടൻ അങ്ങോട്ട് മാറിക്കും സുധീഷ് ഏട്ടാ. അപ്പോൾ ഏട്ടത്തി ചാന്ദിനിയും കൊണ്ട് വന്നാലോ? അതിനെന്താ ഹരീഷേ, ചാന്ദിനിയും കൊണ്ട് വാ, എനിക്കൊരു കൂട്ടായല്ലോ. അങ്ങനെ ചാന്ദിനിയോട് പറയാണ് നിധിയോടൊപ്പം കിടന്നോ, അവിടെ കിടന്നുറങ്ങിക്കോളാം, ഹിന്ദിയിൽ ഇങ്ങനെ സംസാരിക്കാം. അങ്ങനെ ചാന്ദിനിയും കൊണ്ട് നമ്മുടെ നിധിയും പോവുകയാണ്. സുധീഷാണെങ്കിലും സുഭാഷാണെങ്കിലും ദാ കിടക്കുന്നു അവിടെ. അപ്പോഴേക്കും ദാ വരുന്നടാ നമ്മുടെ അമ്മായി. അപ്പം അമ്മായി വന്ന് പറയാണ് അതേ മോളെ എന്താ മോള് ഹസ്ബൻഡിൻ്റെ ഒപ്പം അല്ലേ കിടക്കുന്നത്? ഞാനിവിടെ കിടക്കുന്നത് കൊണ്ട് അമ്മായിക്ക് എന്താ കുഴപ്പം? അല്ല മോളുടെ കല്യാണം കഴിഞ്ഞാണല്ലോ, പിന്നെ എന്തുകൊണ്ടാ സുധീഷ് പോയി അവരുടെ ഒപ്പം കിടക്കുന്നത്? അതെ
അവർ ചേട്ടനനിയന്മാരാ. അപ്പോൾ അവരോടൊപ്പം കിടന്നെന്ന് വിചാരിച്ച് ഇപ്പം എന്താ കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നത്? അല്ല, ഭർത്താവ് കിടക്കേണ്ടത് ഭാര്യയുടെ അടുത്താണല്ലോ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മായി, അമ്മായിയുടെ ഭർത്താവ് ഗൾഫിലല്ലേ? അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും ഫ്ലൈറ്റ് പിടിച്ചിട്ട് അമ്മായിയുടെ അടുത്ത് കിടക്കാൻ വേണ്ടി വരുമോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കോ. ഓ, നീ ആള് ഭയങ്കരയാണല്ലോടി. അടുക്കളയിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും പാവമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പം നീ ഭയങ്കരയാണെന്ന് എനിക്ക് മനസ്സിലായല്ലോടി. അപ്പോഴേക്കും അതെ, എപ്പോഴും പാവമായിരുന്നു അങ്ങനെ കൊള്ളൂല, പറയേണ്ട കാര്യങ്ങളൊക്കെ പറയണം മുഖത്ത് നോക്കി, എന്നാലേ ചിലവരൊക്കെ അടങ്ങോള് എന്ന് പറഞ്ഞപ്പോഴേക്കും നിന്നെ മനസ്സിലായിടി, നിന്റെ സ്വഭാവം മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് ഈ അമ്മായി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴും നിധി വാതിലടച്ച് കിടക്കുക. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആക്കിയാണ് നമ്മുടെ നികേഷ് ഒരുങ്ങിയൊക്കെ വരിക. അപ്പോൾ സുഭാഷ് വന്നിട്ട് നീ എന്താടാ ഒരുങ്ങിയില്ലേ? അതെന്തായിട്ട് അങ്ങനെ ചോദിച്ചത്? എന്നെ കണ്ടിട്ട് ഒരുങ്ങിയതുപോലെ തോന്നുന്നില്ലേ? ഇവിടെ നോക്കട്ടെ. ആ കൊള്ളടാ, കൊള്ള, രസമുണ്ട് കാണാനായിട്ട്. എല്ലാവരോടും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയേ, ആരും ഒരുങ്ങിയില്ലെന്ന് തോന്നുന്നു. അങ്ങനെ സുഭാഷ് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അപ്പോൾ ദേ സുധീഷ് മുണ്ടും നല്ല അടിപൊളി ഷർട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വരികയാണ്. ആഹാ, അത് കൊള്ളാലോ, തമ്പുരാൻ വന്നല്ലോ, മുണ്ടും വേഷ്ടിയൊക്കെയാണല്ലോ ഉടുത്തിരിക്കുന്നത്. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ആണോടാ? ആ, ഇതെന്തിനുള്ള പുറപ്പാടാ? അതെ, നിധി ഇന്ന് സാരിയാണ് ഉടുക്കാൻ പോകുന്നത്. അതെങ്ങനെ സുധീഷേട്ടൻ അറിയാം? കണ്ടോടാ, അപ്പം നിധിക്ക് മേച്ചാകാൻ വേണ്ടിയാണ് ഞാനിത് എടുത്തത്. കണ്ടോ, നിധി എൻ്റെ ഭാര്യയല്ലേടാ, അപ്പോൾ പിന്നെ എനിക്കറിയാൻ പാടില്ലേ? നിധിയെ സാരി ഉടുത്തിട്ടാ വരാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞു തീരേണ്ട താമസം നിധിയെ വാതിലും തുറന്നു വരിക, സാരിയാണ് ഉടുത്തിരിക്കുന്നത്. ഇത് കണ്ട നികേഷ് പോലും ഞെട്ടിപ്പോവാണ്. എടാ നോക്കടാ, നിധി സാരി ഉടുത്തിരിക്കുന്നു. ഏട്ടത്തി, സാരി സൂപ്പർ, ആ താങ്ക്സ് എടാ എന്നിങ്ങനെ നിധിയും പറയാണ്. അപ്പോഴേക്കും പറയാണ്, ഏട്ടത്തി നമുക്കന്ന് പോയാലോ? അയ്യോ പോകല്ലേ എന്ന് സുധീഷ് പറഞ്ഞിട്ട് നേരെ അകത്തേക്ക് കയറിപ്പോയി കുറച്ച് മുല്ലപ്പൂ എടുത്തുകൊണ്ട് വരികയാണ്. ആ നിധി, ഇന്നാ നിധി മുല്ലപ്പൂ? സുധീഷ് ഇത് എപ്പോൾ പോയി മേടിച്ചു? അത് പിന്നെ നിധി സാരി ഉടുക്കുമെന്ന് എൻ്റെ മനസ്സൊന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ട് ഞാൻ രാവിലെ പോയി മുല്ലപ്പൂ മേടിച്ചതാ. അപ്പം ഹരീഷും വരികയാണ്. ഹരീഷേട്ടാ, നമ്മളിത് എന്തെല്ലാം കാണാം ഹരീഷേട്ടാ, ഇനി എന്തൊക്കെയാണ് കാണാനിരിക്കുന്നു. അങ്ങനെ നിധി എന്നാ മുല്ലപ്പൂ വെച്ചോ? ആ താങ്ക്സ് കേട്ടോ. അങ്ങനെ മുല്ലപ്പൂ വെക്കാനായിട്ട് ഒരുങ്ങുക. അപ്പോൾ നമ്മുടെ നികേഷ് ആണെങ്കിൽ ഇപ്പം കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് ഒരുങ്ങുക. സുധീഷേട്ടാ അങ്ങോട്ട് അടുത്ത് നിൽക്ക്, സുധീഷേട്ടാ അങ്ങോട്ട് അടുത്ത് നിൽക്കുമെന്ന് പറയുകയാണ്. എന്താടാ അടുത്ത് നിൽക്കാൻ? അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.